പ്രിയ കൂട്ടുകാർക്ക് സ്വാഗതം. ഫിലിപ്പി 3:20 പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. എന്നാൽ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും നാം ഇന്ത്യക്കാരല്ലേ എന്ന്. പക്ഷേ ഈ പൗരത്വം നിശ്ചിത നേരത്തേക്കേ ഉള്ളൂ. സ്വർഗത്തിലെ ഈ പൗരത്വം എങ്ങനെ സ്വന്തമാക്കാമെന്ന് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് പഠിച്ചാലോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം ഒന്ന് സ്തുതി ചൊല്ലിയാലോ? ഇടത് വലത് വിരിക്കുന്നവർക്കൊന്ന് സ്തുതി ചൊല്ലിക്കേ. എന്തിനാ നമ്മൾ പരസ്പരം സ്തുതി ചെല്ലുന്നത്? എന്തിനാ അടുത്തിരിക്കുന്ന ആളെ കണ്ടിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത്? സിസ്റ്ററിനെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നല്ലേ പറയുന്നത്? അടുത്തിരിക്കുന്ന ആൾ ഈശോ ആണോ? അതെയോ? ഈശോ ഉള്ളിൽ വാഴുന്നുണ്ട്. മിടുക്കി. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പരസ്പരം സ്തുതി ചെല്ലുന്നത്? എൻ്റെ ഹൃദയത്തിൽ ആര് വസിക്കുന്നു? ഈശോ വസിക്കുന്നു. എൻ്റെ ഇടതും വലതും ഇരിക്കുന്ന ആളുടെ ഹൃദയത്തിൽ ആര് വസിക്കുന്നു? ഈശോ വസിക്കുന്നു. എൻ്റെ പിന്നിലും മുമ്പിലും ഇരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഹൃദയത്തിൽ ആര് വസിക്കുന്നു? ഈശോ. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈശോ വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും കാണുമ്പോൾ എന്ത് ചെല്ലുന്നത്? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് നമ്മൾ സ്തുതി ചെല്ലുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഈശോയുടെ സാന്നിധ്യം ഓർത്ത് നമ്മൾ ഈശോയെ മഹത്വപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈശോയെ മഹത്വപ്പെടുത്തുവാനുള്ള അനേക സാഹചര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന നിമിഷങ്ങളിൽ നമ്മളൊരു ഗെയിമിലേക്ക് കടക്കുക. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഗെയിംസ് കളിക്കാൻ? ഏത് ഗെയിംസാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? ബാഡ്മിൻ്റന്. എന്നാൽ ഈ പുതിയ സെഗ്മെൻറ്റിൽ നിങ്ങൾക്കൊരു പുതിയ ഗെയിംസിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുക. നമുക്ക് ആ ഗെയിംസ് കളിക്കുവാനായിട്ട് തയ്യാറാകാം. തെരഞ്ഞെടുപ്പ് എപ്പോഴും കൺഫ്യൂഷൻ നൽകുന്നതാണ്. കൺഫ്യൂഷൻ നൽകാനായി ഇത് ഒരു കൺഫ്യൂസിംഗ് ഗെയിം. അതിനായിട്ട് ഒരു 5 ആൺകുട്ടികളെയാണ് സിസ്റ്ററിന് ആവശ്യമായിട്ടുള്ളത്. 5 ആൺകുട്ടികളെ പെട്ടെന്ന് എഴുന്നേക്കാമോ? നമുക്ക് ഇങ്ങോട്ട് കടന്നു വരാം. നമ്മൾ ഗെയിം ഇങ്ങനെയാണ് കളിക്കുന്നത്. 4 പേര് നിങ്ങളുടെ കണ്ണുകൾ കെട്ടിത്തരും. അപ്പം നിങ്ങൾക്ക് കണ്ണ് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ സിസ്റ്റർ അത് കഴിഞ്ഞ് ഒരു കളർ പറയും. ബലൂൺ പല കളറിലുള്ള ബലൂണുകളാണ് നിങ്ങളുടെ മുമ്പിൽ നിരത്തിയിട്ടിരിക്കുന്നത്. സിസ്റ്റർ പറയുന്ന കളറിലെ ബലൂണ് നിങ്ങൾ സെലക്ട് ചെയ്യണം. നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. 4 കൂട്ടുകാർ കടന്നു വരാം. പുറയിൽ നിന്നിട്ട് നിങ്ങൾക്ക് കണ്ണുകൾ കെട്ടിക്കൊടുക്കാം. അവരുടെ കയ്യിലുള്ള തുവാല വാങ്ങിച്ചിട്ട് നന്നായിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ണ് കെട്ടിക്കൊടുക്കണം. നമ്മുടെ കളി നമ്മൾ ആരംഭിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ കൂട്ടത്തിൽ വയലറ്റ് കളറിലുള്ള ബലൂൺസ് ഉണ്ട്. നിങ്ങൾക്ക് 30 സെക്കൻഡാണ് ഉള്ളത്. നിങ്ങളത് ചൂസ് ചെയ്യുക ഓരോരുത്തരായിട്ട്. യുവർ ടൈം ബിഗിൻസ് നൗ. നിങ്ങൾ എടുത്ത ബലൂൺ പിടിച്ചുകൊണ്ട് നിൽക്കണം, വയലറ്റ് കളറിലെ ബലൂൺ. ഓക്കെ, ഇനി നിങ്ങൾ ആ ബലൂണ് ഒരു കൈ പിടിച്ചുകൊണ്ട് അടുത്ത നിങ്ങളുടെ കണ്ണിൻ്റെ കെട്ടുകളൊന്ന് അഴിച്ചേ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബലൂണിൻ്റെ കളർ എന്താ? യെല്ലോ. ഓക്കെ, ചിലർ യെല്ലോ എടുത്തു, ചിലർ ഓറഞ്ച് എടുത്തു, ഒരാൾ പിങ്ക് എടുത്തു. ആരെങ്കിലും വയലറ്റ് ബലൂൺ ചൂസ് ചെയ്തോ? ഇല്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോകാം.
എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? നന്നായിരുന്നു. ടോം, ഗെയിം കളിച്ചപ്പോൾ ടോംസിന് എന്ത് തോന്നി? കണ്ണ് മൂടി കെട്ടിയപ്പം ഇപ്പം ഏതാന്നൊരു പിടുത്തം ഇല്ലല്ലോ, ഇപ്പം ഏതാ ഇപ്പം എടുക്കുമെന്നല്ല ഭയങ്കര ടെൻഷനായിരുന്നു മനസ്സിൽ. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തൊട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത ആളുടെ തലക്കിട്ടിരിക്കുന്നില്ല വിചാരിച്ച് കുറച്ച് മാറി നിന്നിട്ട് ഒരു ബലൂൺ എടുത്തു. അപ്പം കാണാൻ സാധിച്ചില്ല, കളർ ചൂസ് ചെയ്യാൻ പറ്റിയില്ല കണ്ണ് കെട്ടിയിരുന്നത് കൊണ്ട്. ഇനി ആരാ ബലൂൺ എടുത്തേ? എന്താ തോന്നിയത്? നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ഫസ്റ്റ് വിചാരിച്ചു ശരിക്കുള്ള കളർ എടുക്കാൻ പറ്റുകയില്ല എന്ന്. കുറച്ചും കൂടെ ഒന്ന് പരിശ്രമിച്ചായിരുന്നെങ്കിൽ ശരിക്കുള്ള കളർ എടുക്കായിരുന്നു. കണ്ണ് മൂടിക്കെട്ടിയോണ്ടൊന്നും കാണാൻ പറ്റിയില്ല. കണ്ണ് മൂടി കെട്ടിയത് കൊണ്ട് കാണാൻ പറ്റിയില്ല. എങ്കിലും കളർ എടുക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതെങ്ങനെ? ഇങ്ങോട്ടൊന്ന് പരിശ്രമിക്കാമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഇവര് കാഴ്ചയില്ലാതെ പറഞ്ഞ കളർ സെലക്ട് ചെയ്യാനായിട്ട് പരിശ്രമിച്ചവരല്ലേ? അപ്പോൾ കാഴ്ചയില്ലാതെ ഇവർ നടത്തിയ പരിശ്രമത്തിന് വലിയൊരു കൈയടി നമ്മൾ കൊടുക്കണ്ടേ? ഇവർക്ക് നമുക്കൊന്ന് അഭിനന്ദിക്കണ്ടേ? നമുക്ക് നന്നായിട്ടൊരു ക്ലാപ്പ് കൊടുക്കാം. അപ്പം കളിയിൽ പങ്കെടുത്ത 4 കുട്ടന്മാർക്കും 4 പേർക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിച്ച കളർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റാതെ പോയത്? കണ്ണ് മൂടിക്കെട്ടിയതുകൊണ്ട്. കണ്ണ് മൂടിക്കെട്ടിയതുകൊണ്ട് എന്താ സംഭവിച്ചത്? അന്ധകാരമായിരുന്നു. കാഴ്ച ഇല്ലാതെ പോയി, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നല്ലത് ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കാഴ്ചയില്ലെങ്കിൽ എന്ത് പറ്റും? മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ സെലക്ട് ചെയ്തെന്ന് വരാം. അപ്പോൾ നമുക്ക് നല്ല കാഴ്ച ഉണ്ടെങ്കിലേ നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ. അതായത് ഈ പുറമേ കാണുന്ന കണ്ണിന്റെ കാഴ്ച മാത്രമല്ല, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ടല്ലേ? ചില കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് തോന്നും, അതെല്ലാം നല്ലതാകണം എന്നുണ്ടോ? ഇല്ല. എന്നാൽ ആന്തരികമായിട്ട് നമുക്കൊരു കാഴ്ച ഉണ്ടാകണം, നല്ലത് തിരഞ്ഞെടുക്കുവാനുള്ളൊരു കാഴ്ച നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ, നല്ലത് തിരഞ്ഞെടുത്താൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ലോകവും ലോകത്തിന്റെ കാര്യങ്ങളും ഒക്കെ കണ്ട് ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ അന്ധമായി പോകാം, നമ്മുടെ ചിന്തകൾ അന്ധമായി പോകാം, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും അന്ധമായിട്ട് പോകാം. കണ്ണിന് കാഴ്ചയുള്ളപ്പോൾ നമുക്കതിന്റെ വില മനസ്സിലാവുകയില്ല. തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ ഇന്ത്യക്കാരല്ലേ? അല്ലേ? എങ്ങനെയാ നമ്മൾ ഇന്ത്യക്കാരായത്? ഇന്ത്യൻ പൗരത്വം നമുക്ക് ലഭിച്ചു. നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യൻ മാതാപിതാക്കൾക്ക് ജനിച്ച് വീണ മക്കളായതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടി. പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. നിങ്ങൾക്കറിയാമല്ലോ, മിടുക്കരാണല്ലോ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. അപ്പൊ അതെന്ത് പൗരത്വമാ? സ്വർഗീയ പൗരത്വത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർഗീയ പൗരത്വത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടവരെങ്കിൽ ഈ സ്വർഗീയ പൗരത്വം നമ്മൾ സ്വന്തമാക്കണം, ഇല്ലേ? ഈ അവകാശം നമ്മൾ ഉറപ്പിക്കണം. എനിക്ക് അവകാശപ്പെട്ടതാണ്, അത് ഞാൻ സ്വന്തമാക്കി തീർക്കണം. അതിന് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമുക്ക് ഈ ഒരു അവകാശം, ഈ പൗരാവകാശം സ്വന്തമാക്കുവാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് കൃത്യതയോടും നിഷ്ഠയോടും കൂടിയുള്ളൊരു ജീവിതമാണ്, ലക്ഷ്യം നോക്കിയുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ലക്ഷ്യബോധത്തോടു കൂടി സഞ്ചരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തെറ്റായിട്ടുള്ളതൊക്കെ ചൂസ് ചെയ്യും. നമ്മൾക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് പറ്റാതെ വരും. സ്വർഗത്തിലെ പൗരത്വം നമുക്ക് നഷ്ടമായെന്ന് ഇരിക്കാം. അപ്പോൾ നമുക്ക് കഴിവുകൾ ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ ലക്ഷ്യത്തിൽ എത്തുകയില്ല. അപ്പോൾ കഴിവുണ്ട്, എനിക്കെല്ലാം പെട്ടെന്ന് ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതുകൊണ്ട് മാത്രം നമ്മളാരും എങ്ങും എത്തിപ്പെടുന്നില്ല. അപ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ടും ഇനി വരുന്ന ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിലൂടെ നമുക്കൊന്ന് കാണാം.
നിങ്ങളെല്ലാവരും ക്ലിപ്പ് കണ്ടില്ലേ? എന്തൊക്കെയാ കണ്ടത്? ഒരു ടോയ്സും ഒരു മുയലും കൂടെ പന്തയം വെക്കുന്ന പോലെ തന്നെ ഒരു ആമയും ഒരു മുയലും കൂടെ പന്തയം വെക്കുന്നതാണ് കണ്ടത്. എന്താ മോന് മനസ്സിലായത്? പരിശ്രമിച്ച വിജയം നേടാന്ന് മനസ്സിലായി. ആമ നന്നായിട്ടൊന്നും ഓടൂല, എന്നാലും ആമ പരിശ്രമിച്ചു. ആമ പരിശ്രമിച്ചു. മുയലിനാണോ ആമയ്ക്കാണോ സ്പീഡ് കൂടുതൽ? മുയലിനാ അല്ലേ? അപ്പൊ മുയലും വളരെ സ്ലോയിൽ മൂവ് ചെയ്യുന്ന ആമയും കൂടെയുള്ള ഒരു മത്സരമായിരുന്നു. സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ ആരാ വിജയിക്കേണ്ടത്? മുയലിനാ അല്ലേ? പക്ഷെ മുയൽ ഇവിടെ പരാജയപ്പെട്ടു പോയില്ലേ? എന്തുകൊണ്ടാ മക്കൾക്ക് എന്ത് തോന്നി? എന്തുകൊണ്ടാ മുയല് പരാജയപ്പെട്ടു പോയത്? മുയല് പരിശ്രമിച്ചില്ല. എന്തുകൊണ്ടാ പരിശ്രമിക്കാൻ പറ്റാതെ പോയത്? എല്ലാം അറിയാവുന്നൊരു ഭാവം ഉണ്ടായിരുന്നു, ഞാൻ ജയിക്കുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് എന്താ, മുയൽ ആദ്യം നല്ല ഫാസ്റ്റായിട്ട് ഓടി. അത് കഴിഞ്ഞ് കുറേ ബഹളമൊക്കെ കേട്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നു. വീണ്ടും ഫിനിഷിംഗ് പോയിന്റ് എടുക്കാറായപ്പോൾ മുയൽ ഒന്നുകൂടെ ഒന്ന് ഓടി തുടങ്ങി. വീണ്ടും ബഹളം കേട്ടപ്പോൾ മുയലിന്റെ ശ്രദ്ധ പല കാര്യങ്ങളിലേക്ക് പോയി. പക്ഷെ ആമ ഇത് വല്ലതും അഫക്റ്റ് ചെയ്തോ, സ്വാധീനിച്ചോ? ആമ ആദ്യം എങ്ങനെ ഓടാൻ തുടങ്ങിയോ അതേ രീതിയിൽ ഓടിത്തുടങ്ങി. പുറത്തുണ്ടായിരുന്ന ബഹളങ്ങളോ കയ്യടികളോ അപ്ലോസുകളോ ഒന്നും ആമയെ സ്വാധീനിച്ചില്ല. അതുകൊണ്ട് ആര് വിജയം വരിച്ചു? ആമ വിജയം വരിച്ചു. ഞാൻ പറഞ്ഞത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പൊ ഈ പൗരാവകാശം സ്വന്തമാക്കണമെങ്കിൽ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ ഇവിടെയും കൈയടിക്കുന്നത് നോക്കി ഒരുപക്ഷെ നമുക്ക് കഴിവുകളുണ്ടായിരിക്കാം, എല്ലാം നന്നായിട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, ഒത്തിരി ബുദ്ധിശക്തി ഉണ്ടായിരിക്കാം, സൗന്ദര്യം ഉണ്ടായിരിക്കാം. എങ്കിലും നമ്മൾ മുയലിനെ പോലെ അവിടെ ഇവിടെയൊക്കെ നോക്കി നിന്നാൽ നമുക്ക് ഫിനിഷിംഗ് പോയിന്റിൽ എത്താനായിട്ട് സാധിക്കുക ഇല്ല. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അല്ലേ? അപ്പോൾ നമ്മെ സൃഷ്ടിച്ച ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്? നന്മകൾ ചെയ്യുവാന്. പിന്നെ എന്തിനു വേണ്ടിയാ? സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ. ഗുഡ്, മിടുക്കൻ. നമുക്കൊരു കൈയടി കൊടുത്താലോ? ഇത് ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം. നാം പരമനന്മയായ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, നിത്യത സ്വന്തമാക്കുവാൻ. നിത്യത എന്ന് പറയുമ്പോൾ സ്വർഗരാജ്യം സ്വന്തമാക്കാൻ. ഇതിനു വേണ്ടിയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തെ അറിയണം, ദൈവത്തെ സ്നേഹിക്കണം, നിത്യത സ്വന്തമാക്കണം. ഇതിനു വേണ്ടിയാ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ സ്വന്തമാക്കണം. എങ്ങനെ ഇത് സ്വന്തമാക്കാൻ പറ്റുന്നേ? പരിശ്രമിക്കണം, നന്മകൾ ചെയ്യണം, തിന്മയെ നമ്മൾ വെറുക്കണം. അപ്പൊ ഇത് സ്വന്തമാക്കുവാനുള്ളൊരു മാർഗമാണ് വിശുദ്ധിയിലുള്ളൊരു ജീവിതം. എങ്ങനെ ജീവിക്കണം? വിശുദ്ധിയിൽ ജീവിക്കണം. അപ്പൊ വിശുദ്ധിയിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് എവിടെ എത്താൻ പറ്റുന്നത്? സ്വർഗത്തിൽ എത്താനായിട്ട് പറ്റുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? സ്വർഗത്തിൽ എത്തുക. എങ്ങനെ എത്തുക? ഒരു വിശുദ്ധനായിട്ട് അല്ലെങ്കിൽ ഒരു വിശുദ്ധയായിട്ട്. അപ്പം പെൺകുട്ടികളുടെ ജീവിത ലക്ഷ്യം എന്തായിരിക്കണം? വിശുദ്ധ ആയിത്തീരുക. ആൺകുട്ടികളുടെ ജീവിത ലക്ഷ്യം എന്തായിരിക്കണം? എന്താ ലിയോണെ ജീവിത ലക്ഷ്യം? വിശുദ്ധനാകുക. അപ്പൊ നമുക്ക് നിത്യത സ്വന്തമാക്കുവാനുള്ള മാർഗമാണ് ഒരു വിശുദ്ധനാവുക അല്ലെങ്കിൽ ഒരു വിശുദ്ധ ആവുക എന്നുള്ളത്. അപ്പൊ വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധനാവുക, നിത്യത സ്വന്തമാക്കുക എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഒരു നിരന്തര പരിശ്രമം ആവശ്യമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? പല വിശുദ്ധരെ കുറിച്ചും കേട്ടിട്ടുണ്ടല്ലേ? ഡൊമിനിക് സാവിയോ നിങ്ങളുടെ കുട്ടികളുടെ പ്രിയപ്പെട്ട മധ്യസ്ഥനല്ലേ? ഡൊമിനിക് സാവിയോയുടെ ജീവിതത്തില് വളരെ ചെറുപ്പം തൊട്ടേ ഡൊമിനിക് സാവിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗം സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഡൊമിനിക് സാവിയ ചെയ്ത എല്ലാ കാര്യങ്ങളും ഈ സ്വർഗം സ്വന്തമാക്കാൻ വേണ്ടിയാണ്. ഒരു ഡൊമിനിക് സാവിയുടെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി ഉണ്ട്. അതിലൊരു ചെറിയ സംഭവം സിസ്റ്റർ ഇപ്പം നിങ്ങളോട് പറയാം. ഒരു ദിവസം ഡൊമിനിക് സാവിയ കൂട്ടുകാരോടുമൊക്കെ ഒത്ത് സ്കൂളിൽ പോവുകയായിരുന്നു. സ്കൂളിൽ ചെന്ന് കൂട്ടുകാരൊക്കെ വലിയ കാര്യങ്ങൾ പറയുക, അവർ വന്ന വഴിയിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുക. അന്ന് അവരുടെ സംസാര വിഷയം എന്ന് പറയുന്നത് അവർ കണ്ട ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ ഡൊമിനിക് സാവിയ മാത്രം ഒന്നും മിണ്ടാതിരുന്നപ്പം കൂട്ടുകാരനൊരു തട്ടൊക്കെ തൊട്ട് പറഞ്ഞു, നീ കണ്ടില്ലേ, ഇപ്പോൾ നിന്റെ കണ്ണുകൾ കൊണ്ട് ഈ സൗന്ദര്യമൊക്കെ നീ ആസ്വദിച്ചില്ല, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്നാണ് ഡൊമിനിക് സാവിയോട്
കൂട്ടുകാരൻ ചോദിച്ചു. അപ്പോൾ ഡൊമിനിക് സാവിയോ പറഞ്ഞത് ഒരു കാര്യം ഇതാണ്: എൻ്റെ ഈ കണ്ണുകൾ ഈ ലോകത്തിലെ അശുദ്ധി കാണുവാനുള്ളതല്ല, ഈ ലോകത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാനുള്ളതല്ല, മറിച്ച് ഈ ലോകത്തിൽ വിശുദ്ധമായിട്ട് ജീവിച്ച്, വിശുദ്ധമായ കണ്ണുകളോടെ ജീവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേർന്ന് സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ വേണ്ടിയുള്ളതാണ് എന്ന ഡൊമിനിക് സാവിയോ പറഞ്ഞത്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു വലിയ ലക്ഷ്യം ഡൊമിനിക് സാവിയോയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണുകളെയും കാതുകളെയും ഒക്കെ വളരെ കാര്യമായിട്ട് ഇതിനെ ഡൊമിനിക് സാവിയോ നിയന്ത്രിച്ചിരുന്നു. ഇല്ലേ? ഡൊമിനിക് സാവിയോ ഒത്തിരി കൂട്ടുകാരെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ളതായിട്ട് മക്കൾ കേട്ടിട്ടില്ലേ? ഒരു ചെറിയ കാര്യമാണിത്. അപ്പോൾ ഇത് ഡൊമിനിക് സാവിയോ ഒരു നിയോഗമായിട്ട് വെച്ചാണ് ജീവിച്ചത്. കണ്ണുകളും കാതുകളുമൊക്കെ വിശുദ്ധി ജീവിക്കുക. അപ്പോൾ അരുതാത്തത് കാണാതിരുന്നു, ആവശ്യമില്ലാത്തത് കേൾക്കാതിരുന്നു. എന്തിനു വേണ്ടിയാ? സ്വർഗത്തിലെ സൗന്ദര്യം ആസ്വദിക്കുവാനായിട്ട്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡോൺ ബോസ്കോയെ കുറിച്ച്? ഉണ്ട്. ഡോൺ ബോസ്കോ എടുത്ത മറ്റൊരു തീരുമാനം ഇതാ: എല്ലാവരും നമ്മളെപ്പോലെ കുഞ്ഞുങ്ങളായിട്ട് വളർന്ന് വന്ന വലിയ വിശുദ്ധരായി തീർന്നു അല്ലേ? അപ്പം ചെറുപ്പത്തിൽ ഡോൺ ബോസ്കോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളിയായിരുന്നു, നിങ്ങൾ പറഞ്ഞു ക്രിക്കറ്റ് കളി ഇഷ്ടമാണ്, വോളിബോൾ കളി ഇഷ്ടമാണ് എന്നൊക്കെ അല്ലേ? ഗെയിംസ് കളിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ഡോൺ ബോസ്കോയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിയായിരുന്നു കാർഡ് കളിക്കുക എന്നുള്ളത്. എന്താ? ചീട്ട് കളിക്കുന്ന കളി. അപ്പോൾ ഡോൺ ബോസ്കോ ഒരു തീരുമാനമെടുത്തത് ഇതാ: ഡോൺ ബോസ്കോയ്ക്ക് മനസ്സിലായി ഇങ്ങനെ ചീട്ട് കളിക്കുന്നത് അല്ലെങ്കിൽ ദിവസവും കാർഡ് കളിക്കുന്നത് പ്രാർത്ഥനയ്ക്കും പഠനത്തിനും തടസ്സമാണ് എന്ന് മനസ്സിലായി. ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നാൽ പ്രാർത്ഥിക്കാൻ സമയമില്ല, പഠിക്കുവാൻ സമയമില്ല എന്നൊക്കെ ഡോൺ ബോസ്കോ മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തു? കളി അവിടെ വേണ്ടാന്ന് വെച്ചു. അതാ ഞാൻ പറഞ്ഞത്, ഒരു തീരുമാനമെടുത്തു. ഒരു ലക്ഷ്യബോധത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ടൊരു തീരുമാനമെടുത്തു. ആമ നടന്നതുപോലെ തന്നെ, ഒരു തടസ്സങ്ങളുമില്ല. എന്ത് തടസ്സമുണ്ടോ അത് വെട്ടിമാറ്റിയിട്ട് ഡോൺ ബോസ്കോയും ഒരു വിശുദ്ധനായിട്ട് മാറി. ഇല്ലേ? വീണ്ടും മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പറയുന്നത്: മാർഗരറ്റ് മേരി അലക്കോക്ക് എവിടെയൊക്കെ ക്രൂശിത രൂപം കണ്ടാലും അതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഒറ്റയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഏകാന്തതയിലിരിക്കുമ്പോഴൊക്കെ ഈ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഈ പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ വളർന്നു വന്നാണ് മാർഗരറ്റ് മേരി അലക്കോക്ക് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കായിട്ട് മാറിയത്. അപ്പം ചെറുപ്പം തന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് സ്ഥിരമായിട്ടും കൃത്യതയോടെയും നമ്മൾ ചെയ്യുമ്പോൾ വിശുദ്ധി വളരാനായിട്ട് നമുക്ക് സാധിക്കും. വീണ്ടും നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നല്ലേ പറഞ്ഞത്? എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാകുന്നത്? വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് മാത്രമാണോ? മാമോദിസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമായിട്ട് നമ്മൾ മാറി. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ ആലയമായി മാറുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പം നമ്മുടെ ഈ ശരീരത്തെ എങ്ങനെ സൂക്ഷിക്കണം? വിശുദ്ധിയിൽ സൂക്ഷിക്കണം. ശരീരത്തെ നമ്മൾ പരിശുദ്ധിയിൽ സൂക്ഷിക്കണം. അപ്പം നമ്മുടെ ശരീരത്തിൽ ദൈവം വസിക്കുന്നെങ്കിൽ എൻ്റെ ശരീരത്തെ എങ്ങനെ ഞാൻ കാത്തു സൂക്ഷിക്കണം? മാന്യതയിൽ കാത്തു സൂക്ഷിക്കണം, വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. അതുപോലെ എൻ്റെ ശരീരത്തോട് ഞാൻ ബഹുമാനം കാണിക്കണം. എൻ്റെ ശരീരത്തോട് ഞാൻ ബഹുമാനം കാണിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശരീരത്തെയും ഞാൻ ബഹുമാനിക്കണം. അതുപോലെ മറ്റുള്ളവരോട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഇടപെടുകയും വേണം. അങ്ങനെ ശരീരത്തിൽ നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. ഇവിടെ വിശുദ്ധിയിലുള്ള ജീവിതം, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് സിസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഓരോ നിമിഷവും നടത്തുന്ന തെരഞ്ഞെടുപ്പുകളും നമ്മുടെ കുഞ്ഞു ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഇതിന് സഹായകമായിട്ട് വരും. പറയാം, നമുക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ചെറിയ നുണ പറയുന്ന സ്വഭാവം അല്ലേ? ചെറിയ നുണ പറയുന്ന സ്വഭാവം. ഒരമ്മ ഒരു മകനോട് പറഞ്ഞ ഒരു കാര്യം ഇതാ. മകൻ പറഞ്ഞ, അമ്മ എനിക്ക് ഒത്തിരി പഠിക്കണം, ഇച്ചിരി പഠിച്ച് വിജ്ഞാനം നേടണം. അപ്പോൾ അമ്മ ഈ മകൻ്റെ കയ്യിൽ ഒരു 40 സ്വർണ്ണ നാണയം കൊടുത്തിട്ട് പറഞ്ഞു, മോൻ ഈ പൈസയും കൊണ്ട് പോയി എവിടെയെങ്കിലും പഠിച്ച് മിടുക്കനായിട്ട് വരാൻ. എന്നിട്ട് അമ്മ ഈ സ്വർണ്ണ നാണയങ്ങൾ വളരെ കാര്യമായിട്ട് മകൻ്റെ വസ്ത്രത്തിനുള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് തയ്ച്ച് പിടിപ്പിച്ച് എന്നിട്ട് റെഡിയാക്കി അവനെ പറഞ്ഞയക്കാൻ നിർത്തിയിട്ട് അമ്മ ഇവനോട് പറഞ്ഞ ഒരു കാര്യം ഇതുണ്ട്: എന്ത് വന്നാലും സത്യം
പറയണം. എന്ത് വന്നാലും സത്യം പറയണം. മരിക്കേണ്ടി വന്നാലും നുണ പറയാൻ പാടില്ല എന്ന്. അങ്ങനെ ഈ കുഞ്ഞുമകന് യാത്ര ചെയ്തപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു വൈകുന്നേരമായപ്പോൾ ഏതാനും കൊള്ളക്കാരുടെ കയ്യിൽ അകപ്പെടുകയാണ്. അപ്പോൾ അവനോട് അവർ ചോദിച്ചു, അവനിങ്ങനെയൊക്കെ തപ്പി നോക്കിയിട്ട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? അപ്പം അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പുഞ്ചിരിച്ചു. അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ആദ്യത്തെ കൊള്ളക്കാരൻ അവനെ മുന്നോട്ട് വിട്ടു. അവൻ പിന്നെ മുന്നോട്ട് നടന്നു. വേറൊരാൾ പിടിച്ചിട്ട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയമുണ്ട്. അപ്പോൾ ഇവർക്ക് സംശയമായി. അപ്പോൾ ഇവനെ പിടിച്ചുകൊണ്ട് കൊള്ളത്തലവൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് വീണ്ടും ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ വീണ്ടും പറഞ്ഞു, എൻ്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയമുണ്ട്. അപ്പോൾ കൊള്ളത്തലവന് സംശയമായി. അദ്ദേഹം ഇവൻ്റെ വസ്ത്രം ഉടനെ ഊരി വാങ്ങിയിട്ട് ഒരു കത്രിക കൊണ്ട് വസ്ത്രം മുറിച്ചപ്പോൾ സ്വർണ്ണ നാണയങ്ങൾ നിലത്ത് വീണ്ടു. ഇത് കണ്ടപ്പോൾ ഇവർക്ക് അത്ഭുതമായി. അവർ ചോദിച്ചു, നീ എന്തിനാ ഇത് പറഞ്ഞത്? ഇല്ലെങ്കിൽ നിനക്ക് സുഖമായിട്ട് തിരിച്ചു പോകാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ മകന് ആ കൊള്ളക്കാരോട് പറഞ്ഞു, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മരിക്കേണ്ടി വന്നാലും സത്യം മാത്രമേ പറയാവൂ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ കൊള്ളക്കാര് മാനസാന്തരപ്പെട്ടു എന്നാണ് ഈ സംഭവത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ തിരുവചനം ഇങ്ങനെയല്ലേ പറയുന്നത്, സത്യം നിങ്ങളെ സ്വതന്ത്രര് ആക്കും. അപ്പോൾ സത്യം ആണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. ഈശോ വഴിയും സത്യവും ജീവനുമാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നുണ പറയുന്ന സ്വഭാവവും ഇല്ലെങ്കിൽ അവിശ്വസ്തത കാണിക്കുന്ന സ്വഭാവവും കോപ്പി അടിക്കുന്ന സ്വഭാവവും അതുപോലെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന സ്വഭാവവും ഒക്കെ വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് സഹായിക്കില്ല, തടസ്സമായിട്ട് നിൽക്കും. അപ്പോൾ കൊച്ചു ത്രേസ്യ പുണ്യവതി ഇങ്ങനെയാണ് പറയുന്നത്, എന്താ വിശുദ്ധി എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാ വിശുദ്ധി. എന്താ വിശുദ്ധി? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാ വിശുദ്ധി. അങ്ങനെയാണെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യണം. നമ്മൾ പറയുന്ന ഈശോയ്ക്ക് ഇഷ്ടമാണോ? കുറ്റം പറയുന്ന ഈശോയ്ക്ക് ഇഷ്ടമാണോ? പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാതിരിക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടമാണോ? അപ്പൊ വിശ്വസ്തതയില്ലാതെ ജീവിക്കുന്നതൊന്നും ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ കൊച്ചു ത്രേസ്യ പുണ്യവതി വിശ്വസ്തതയിൽ ജീവിച്ചു, ഈശോയുടെ ഇഷ്ടം നിറവേറ്റി ജീവിച്ചത് കൊണ്ടാണ് അവള് വിശുദ്ധിയിലേക്ക് നടന്നെടുത്ത് വിശുദ്ധയായിട്ട് മാറിയത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ചെറിയ ചെറിയ കുറ്റങ്ങളും ചെറിയ ചെറിയ തഴക്കദോഷങ്ങളും ചെറിയ ചെറിയ പാപങ്ങളുമൊക്കെ വലിയ തിന്മയിലേക്ക് നയിക്കുന്ന വാതായനങ്ങൾ തുറന്നിടുവാൻ കാരണമാകും. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളാണ്. ഇപ്പം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തത പുലർത്തി നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത് വലിയ വിശുദ്ധരായിട്ട് മാറാൻ പറ്റും. എന്താ മദർ തെരേസ പറയുന്നതെന്നറിയാവോ? വിശുദ്ധി എനിക്കും നിനക്കുമുള്ള കടമയാണ് എന്ന് പറഞ്ഞേ. വിശുദ്ധി എനിക്കും നിനക്കുമുള്ള കടമയാണ്. അപ്പം വിശുദ്ധനായവർക്ക് മാത്രമുള്ള കടമയല്ല വിശുദ്ധി എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ നിൽക്കുന്ന എനിക്കുമുള്ള കടമയാണ്. കടമയെന്ന് പറഞ്ഞാൽ എന്താ? അത് ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു വിശുദ്ധനാവുക, ഒരു വിശുദ്ധയാവുക, വിശുദ്ധനുമായി സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതല്ലേ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പൊ നമുക്കുമാകണ്ടേ? ആരാകണം? ആരാകണം? വിശുദ്ധനും വിശുദ്ധയുമാകണം. എവിടെ എത്തിച്ചേരണം? സ്വർഗത്തില് എത്തിച്ചേരണം. ദൈവത്തെ പാടി സ്തുതിക്കാൻ സമയമായി. വിശുദ്ധിയുടെ മേലങ്കി ധരിച്ച വിശുദ്ധരോട് കൂടി ആയിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ സ്തുതിപ്പ്. നമുക്ക് വിശുദ്ധരായി തീരാം, സ്വർഗരാജ്യം സ്വന്തമാക്കാം. അതുകൊണ്ട് നമുക്ക് ഒരു പുതിയ പാട്ട് നമ്മുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാടാം. ദേവാലയമല്ലോ എൻ്റെ ശരീരമത്, സത്യം
ഈശോ എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളാണ് തന്നിരിക്കുന്നത്. ഈശോ നമുക്ക് എന്ത് ടാലൻസ് ആണ് തന്നിരിക്കുന്നത്, അതിനെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം.